ശരാശരി ഒരു പുരുഷൻ്റെയും സ്ത്രീയുടെയും ജീവിതം എല്ലാവരും മനസ്സിലാക്കിയിരിക്കണം. ഫിൻലാൻഡ് യൂണിവേഴ്സിറ്റിയിലെ ഗവേഷകനായ കുനാൻ ഭട്ടാചാര്യ നടത്തിയൊരു പഠനത്തിൽ ശരാശരി ഇന്ത്യൻ പുരുഷൻ്റെയും സ്ത്രീയുടെയും ജീവിതം എങ്ങനെയാണെന്ന് പറയുന്നുണ്ട്. പലതിനും വേണ്ടിയുള്ള ഓട്ടങ്ങളുടെ ഇടയിൽ നമ്മൾ പലപ്പോഴും മറന്നു പോകുന്ന ഒന്നാണ് നമ്മുടെ ജീവിതം എന്ന് പറയുന്നത്. പുരുഷൻ്റെ കണ്ണിൽ സ്ത്രീക്ക് ഒന്നിനും ഒരു ബുദ്ധിമുട്ടുള്ളതായിട്ട് തോന്നില്ല. അതുപോലെ സ്ത്രീക്കും ചിലപ്പോൾ പുരുഷൻ്റെ ജീവിതം വളരെ അത്ര ബുദ്ധിമുട്ടുള്ളതായിട്ട് തോന്നാറില്ല. എന്നാൽ അവർക്ക് രണ്ടു കൂട്ടർക്കും അവരവരുടേതായ ലൈഫിൽ അവരുടേതായ ബുദ്ധിമുട്ടുകളും സന്തോഷങ്ങളും നേട്ടങ്ങളും ഉണ്ട്. സ്ത്രീയും പുരുഷനും വിവാഹം കഴിച്ച് ഒരുമിച്ച് ജീവിച്ചാൽ പോലും അവരുടെ ജീവിതം തമ്മിൽ വ്യത്യാസമുണ്ട്. എങ്ങനെയാണ് വ്യത്യാസം എന്ന് അറിയണ്ടേ? ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ പരസ്പരം വഴക്കിടാനോ കുറച്ച് കാണിക്കാനോ ഒന്നും നമുക്ക് തോന്നിയല്ല. ബാല്യത്തിലും കൗമാരത്തിലുമൊക്കെ വളർച്ചയുടെ മാറ്റങ്ങൾ ഉണ്ടാകുമെന്നല്ലാതെ സ്ത്രീയുടെയും പുരുഷൻ്റെയും ജീവിതത്തിൽ യാതൊരു വ്യത്യാസമില്ല. ഇത് രണ്ടു കൂട്ടരെയും ആശ്രയിച്ച് ജീവിക്കുന്ന ഉത്തരവാദിത്തങ്ങൾ വളരെ കുറവുള്ളവരാണ് ആ സമയത്ത്. എന്നാൽ അത് കഴിഞ്ഞുള്ള ലൈഫ് അവരുടെ ജീവിതത്തിൽ രണ്ട് രീതിയിലായിട്ട് മാറുന്നുണ്ട്. ഏതാണ്ട് 30 വയസ്സ് വരെയുള്ള സമയം പുരുഷൻ എല്ലാ രീതിയിലും അവൻ്റെ ജീവിതം എക്സ്പ്ലോർ ചെയ്യാൻ സാധിക്കുന്ന സമയമാണ്. എന്നാൽ ഏകദേശം 25 വയസ്സാകുമ്പോൾ സ്ത്രീയുടെ ലോകം വളരെ ചുരുങ്ങിയതായി മാറും. കാരണം സ്ത്രീക്ക് സമൂഹം കൽപ്പിക്കുന്നൊരു അദൃശ്യമായ ചട്ടക്കൂടുണ്ട്. വീട്, പഠനം, വളരെ ഒതുങ്ങിയ സൗഹൃദങ്ങൾ എന്നിങ്ങനെ വളരെ ചെറിയൊരു സർക്കിളിനുള്ളിൽ സംതൃപ്തി കണ്ടെത്തണമെന്ന് അവളെ ചെറുപ്പം മുതലേ പഠിപ്പിക്കുന്നുണ്ട്. എന്നാൽ 25-30 വയസ്സ് വരെ സ്ത്രീക്ക് അവളുടെ ജീവിതത്തിൽ പുതിയ മാറ്റങ്ങൾ സംഭവിച്ചു തുടങ്ങും. ജീവിതത്തോടുള്ള അവളുടെ കാഴ്ചപ്പാടുകൾ മാറുന്ന ഒരു സ്റ്റേജാണത്. അതായത് അവളിപ്പോൾ ഒരു പരിവർത്തനത്തിൻ്റെ തുടക്കത്തിലാണെന്ന്. എന്നാൽ 30 വയസ്സിന് ശേഷം സ്ത്രീയും പുരുഷനും അവർ ഇതുവരെ അനുഭവിച്ചിട്ടില്ലാത്ത ഒരവസ്ഥയിലേക്ക് പരിവർത്തനം ചെയ്യപ്പെടുകയാണ്. അതിൻ്റെ കാരണം മറ്റൊന്നുമല്ല, പൊതുവെ ഇന്ത്യയിൽ 30 വയസ്സാകുമ്പോഴേക്കും ഒരുവിധം യുവാക്കളെല്ലാവരും വിവാഹം കഴിച്ചിട്ടുണ്ടാവും. ഞാൻ വിവാഹം കഴിച്ചവരെ കുറിച്ചിട്ടാണ് പറയുന്നത്. വിവാഹശേഷം രണ്ടുപേരുടെയും ജീവിതത്തിലും കാഴ്ചപ്പാടുകളിലുമൊക്കെ വലിയ മാറ്റം ഉണ്ടാകും. ബന്ധങ്ങളോടുള്ള കാഴ്ചപ്പാടും ആണിനും പെണ്ണിനും മാറ്റങ്ങളും 30 വയസ്സിന് ശേഷമാണ് ഉണ്ടാകുക. വിവാഹിതരായ ഒരു സ്ത്രീയും പുരുഷനും നോർമലായ അവരുടെ കുടുംബജീവിതം വെച്ച് ഇനി അങ്ങോട്ടുള്ള അവരുടെ മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. 30 വയസ്സ് കഴിഞ്ഞതോടെ അല്ലെങ്കിൽ വിവാഹത്തിന് ശേഷം പുരുഷൻ പരമാവധി കുടുംബത്തിലേക്ക് ഒതുങ്ങാൻ ആഗ്രഹിക്കും. ജോലി, ഭാര്യ, കുട്ടികൾ, വീട് എന്നിങ്ങനെയുള്ള ഘടകങ്ങളൊക്കെ പുരുഷൻ്റെ ലോകത്തെ തന്നെ അങ്ങോട്ട് മാറ്റിമറിക്കും. അതായത് വിശാലമായ പുരുഷൻ്റെ ലോകം കുറച്ച് പേരിലേക്ക് അങ്ങ് ഒതുങ്ങി തുടങ്ങും. എന്നാൽ വിവാഹിതരാകുന്നതോടെ സ്ത്രീയുടെ ലോകം കുറച്ചുകൂടെ വിശാലമാവുകയാണ് ചെയ്യുന്നത്. ഭർത്താവിൻ്റെ കുടുംബം അവളുടേതായി മാറപ്പെടുന്നു. ഭർത്താവിൻ്റെ അച്ഛൻ, അമ്മ, സഹോദരി, സഹോദരൻ തുടങ്ങിയ ഭർത്താവിൻ്റെ സുഹൃത്തുക്കൾ പോലും അവളുടെ അവളുടെ ലോകം കുറച്ചുകൂടെ വലുതാകുകയാണ്. ജോലിയിടങ്ങളിലും അവളുടെ ലോകം പുതിയ സുഹൃത്തുക്കളെ കണ്ടെത്താൻ അവളെ സഹായിക്കുന്നുണ്ട്. വിവാഹത്തിന് ശേഷം സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ട സ്ത്രീകളുണ്ട്. അവരുടെ കാര്യമല്ല അങ്ങനെയായിട്ട് അതിനെ കരുതരുത്. നല്ല രീതിയിൽ വിവാഹ ജീവിതം കൊണ്ടുപോകുന്നവരെ കുറിച്ചിട്ടാണ് ഞാൻ പറയുന്നത്. ഈ ആൺപെൺ ഭേദമില്ലാതെ സ്ത്രീയുടെ ലോകം വലുതാകുന്ന വിവാഹത്തോടുകൂടിയാണ്. മുമ്പ് മറ്റുള്ളവർ ചെയ്യുന്നതും പറയുന്നതുമായ കാര്യങ്ങളുടെ ശരി തെറ്റുകൾ തിരിച്ചറിയാനുള്ള പക്വത ഇപ്പോൾ ഡെവലപ്പായിരിക്കുന്നു. അതുകൊണ്ട് തന്നെ അവൾ കുറച്ചുകൂടി മെച്ചുവേർഡ് ആൻഡ് ബെറ്റർ ആകുന്നു. ഈ ലോകത്ത് സ്ത്രീയും പുരുഷനും ജീവിതത്തിൻ്റെ രണ്ടറ്റം കൂട്ടിമുട്ടിക്കാനുള്ള ദത്രപ്പാടുകൾക്കിടെ ഓട്ടത്തിലാണ്. അങ്ങനെ രണ്ടുപേരും 50കളിലെത്തുന്നു. നേരത്തെ ഞാൻ പറഞ്ഞ പുരുഷൻ്റെ ഒതുങ്ങിക്കൂടലുകൾ 50 വയസ്സ് വരെ മാത്രമേ ഉള്ളൂ. ജീവിതം ഒന്ന് കരപറ്റിക്കാനുള്ള ഓട്ടം ഏതാണ്ട് 50-60 വയസ്സും അവിടെയൊക്കെ അങ്ങ് പൂർണ്ണമാകും. ജീവിതം ഒരു കരയിൽ എത്തിച്ചു കഴിഞ്ഞാൽ പിന്നെ പുരുഷൻ സന്തോഷങ്ങൾക്കായിട്ടുള്ള ഓട്ടത്തിലാണ്. അങ്ങനെ 50 വയസ്സ് കഴിയുന്നതോടെ പുരുഷൻ വീണ്ടും പഴയതുപോലെ സൗഹൃദങ്ങളിൽ ആനന്ദം കണ്ടെത്താൻ തുടങ്ങും. അവൻ്റെ ലോകം വലുതായി തുടങ്ങും. ഒരു പക്ഷേ പഴയതിനേക്കാൾ കൂടുതൽ സമൂഹത്തോടും സുഹൃത്തുക്കളോടും അവൻ ഇടപഴകാൻ തുടങ്ങുന്നത് 50 വയസ്സിന് ശേഷമായിരിക്കും. സ്ത്രീകളും പുരുഷന്മാരും ഈ പ്രായത്തിൽ ആഗ്രഹിക്കുന്നത് ഇതേ കാര്യങ്ങൾ തന്നെയാണ്. പക്ഷേ സ്ത്രീക്ക് അപ്പോഴും അവരുടെ ലോകം വിശാലമാക്കാൻ സാധിച്ചെന്ന് വരില്ല. കുട്ടികളുടെ പഠനം ഉത്തരവാദിത്വം എന്ന നിലയ്ക്ക് മിക്കപ്പോഴും അവർക്ക് അതിലേക്ക് അങ്ങ് ഒതുങ്ങിക്കൂടേണ്ടതായിട്ട് വരും. ഉത്തരവാദിത്തങ്ങൾ തീർന്നിട്ട് ജീവിതം ആസ്വദിക്കാമെന്നാണ് സ്ത്രീകൾ ചിന്തിക്കുന്നത്. എന്നാൽ അത് സാധിക്കാറില്ല എന്നതാണ് വാസ്തവം. മക്കളുടെ ഉത്തരവാദിത്തങ്ങളിൽ പുരുഷനേക്കാൾ കൂടുതൽ ബാധിക്കുന്നത് സ്ത്രീകളെയാണ്. എന്ന് വെച്ചാൽ പുരുഷന് ഒരു ഉത്തരവാദിത്വം ഇല്ല എന്നൊരർത്ഥമില്ല. മക്കൾ കഴിയുമ്പോൾ കൊച്ചുമക്കളാകും. അങ്ങനെ സ്ത്രീയുടെ ഉത്തരവാദിത്തങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കും. എന്നാൽ അതിനിടയിൽ പുരുഷന്മാർ വീണ്ടും മാറ്റങ്ങൾ അനുഭവിക്കുന്നു. ജീവിതത്തിൻ്റെ ഭൂരിഭാഗം പിന്നിട്ട് കഴിഞ്ഞാലും പുരുഷൻ വീണ്ടും സമൂഹത്തിൽ നിന്ന് ഒറ്റപ്പെട്ടു തൻ്റെ പേഴ്സണൽ സ്പേസിലേക്ക് വീണ്ടും ചുരുങ്ങാൻ തുടങ്ങും. പല പുരുഷന്മാരും പ്രായമാകുമ്പോൾ എല്ലാത്തിനും തൻ്റെ പങ്കാളി കൂടെ വേണമെന്ന് വാശി പിടിക്കുന്നത് ഇതുകൊണ്ടാണ്. പുരുഷൻ അവൻ്റെ ഭാര്യയുടെ സ്നേഹത്തിന് ചുറ്റുമായിരിക്കും വട്ടം കറങ്ങുന്നത്. പല പുരുഷന്മാരും സമ്മതിക്കാൻ പോകുന്നില്ല, സത്യം അതാണ്. എന്നാൽ പലപ്പോഴും സ്ത്രീകൾക്ക് കുട്ടികൾ എന്ന കേന്ദ്രത്തിന് ചുറ്റും കറങ്ങുന്നവരായിരിക്കും. ഭാര്യ അതിൻ്റെ സ്നേഹത്തെ മനസ്സിലാക്കുന്നില്ലെന്നും ഒറ്റപ്പെടലുകളാണെന്നുമൊക്കെ പുരുഷൻ പലപ്പോഴും കുറ്റപ്പെടുത്താറുണ്ട്.
വയസ്സാകുന്നതിനുള്ള വിഷമവും മനസ്സ് വിചാരിക്കുന്നിടത്ത് ശരീരം എത്താത്തതുമായിട്ടുള്ള സങ്കടവുമൊക്കെ വർദ്ധിച്ചു വരുമ്പോൾ അസുഖങ്ങളും അവനെ ഒരുപാട് ദേഷ്യം പിടിപ്പിക്കും. അങ്ങേർക്ക് എപ്പോഴും ദേഷ്യമാണെന്ന് പരാതി പറയുന്നവർ ഒരു പുരുഷൻ്റെ ഈ അവസ്ഥയെക്കുറിച്ചിട്ട് ആരും ആലോചിച്ചിട്ടില്ല. അവൻ്റെ ചിന്തയിൽ യുവത്വം മുഴുവൻ കുടുംബത്തിനായി ചെലവിട്ടിട്ടും തന്നെ ആർക്കും വേണ്ട എന്ന ചിന്തയാണ്. എന്നാൽ അതേസമയം തൻ്റെ അതേ ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് ഒഴിഞ്ഞിട്ട് ഒന്ന് സ്വസ്ഥമായി ഇരിക്കാമെന്ന് ആഗ്രഹിക്കുന്നവരാണ് സ്ത്രീകൾ. ആ സമയത്ത് അവർക്ക് ചിലപ്പം ഭർത്താവിനെ മനസ്സിലാക്കാൻ പറ്റിയെന്ന് വരികയില്ല. അങ്ങനെ ഉത്തരവാദിത്തങ്ങളുടെയും ഒറ്റപ്പെടലുകളുടെയും ഒക്കെ അവസാനം പരസ്പരം സ്നേഹിക്കാൻ അവർക്ക് കിട്ടുന്ന സമയം വളരെ കുറവായിരിക്കും. അപ്പോഴേക്കും ജീവിതം ഒരുപാട് മുന്നോട്ട് പോയിട്ടുണ്ടാകും. പിന്നെ ഒരുമിച്ചുള്ള ദിവസങ്ങളും അവസാന ദിവസത്തിന് വേണ്ടിയുള്ള കാത്തിരിപ്പും മാത്രമായിരിക്കും. ഇതാണ് ഒരു ശരാശരി സ്ത്രീയുടെയും പുരുഷൻ്റെയും ജീവിതം. രണ്ട് കൂട്ടർക്കും അവരവരുടേതായ നേട്ടങ്ങളും കോട്ടങ്ങളുമുണ്ട്. പക്ഷേ പലപ്പോഴും ഇതൊന്നും അറിയാതെ, ജീവിതം ആസ്വദിക്കാതെ, നമ്മുടെ കൂടെയുള്ളവരിൽ സംഭവിക്കുന്ന മാറ്റങ്ങൾ തിരിച്ചറിയാതെ എത്രയോ നാൾ വെറുതെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ വഴക്കിട്ടു, എത്ര നല്ല നിമിഷങ്ങൾ മിസ് ചെയ്തു, എത്ര സമയം നമ്മൾ പാഴാക്കി കളഞ്ഞു. സത്യത്തിൽ നമുക്ക് വേണ്ടി നമ്മൾ ജീവിക്കുന്നത് കൂടിപ്പോയാൽ 10 വർഷം മാത്രമാണ്. ബാക്കിയെല്ലാം നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടിയാണ് ജീവിക്കുന്നത്. ഈ സത്യത്തെ തിരിച്ചറിയുന്നുണ്ടെങ്കിൽ നന്നായെന്ന് തോന്നിയിട്ടുണ്ടോ? തിരിച്ചറിവുകൾ പലപ്പോഴും വൈകിയെത്തുന്നതാണ്. ബിക്കോസ് ലൈഫ് ഈസ് ടു ഷോർട്ട് ടു റിയലൈസ്. താങ്ക് യു. ഗുഡ് ബൈ.